പുതിയ പുതിയ ഓരോ പഠനങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാറുണ്ട്. ഇതിങ്ങനെയൊക്കെ ഉണ്ടോ, നമുക്കിതൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു 10 വർഷം മുമ്പ് ഇത് പഠിച്ചിരുന്നെങ്കിൽ, ഒരു 20 വർഷം മുമ്പ് ഇത് എനിക്കത് അറിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട് പലപ്പോഴും. അങ്ങനെയുള്ളൊരു വാർത്തയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പകയും വിദ്വേഷവും കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ക്യാൻസർ വരാൻ ചാൻസ് വളരെ കൂടുതലാണ് എന്നാണ് പഠനം. അപ്പോൾ 60% ആളുകൾക്ക് വരെ ക്യാൻസർ വരാൻ സാധ്യത ഉണ്ടെന്നാണ് പഠനം പറയുന്നത്. എൻ്റെ ഒരു വായിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഉണ്ടെങ്കിൽ ഞാനതിൻ്റെ വായിക്കുന്ന ഭാഗം എൻ്റെ കമൻറ്റ് ബോക്സിലിടാം, നിങ്ങൾ അവിടെ നിന്ന് വായിക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ക്യാൻസർ വരാനുള്ള കാരണം വെറും പകയും വിദ്വേഷം മാത്രമല്ല, അതിലൂടെ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന വലിയ വലിയ നഷ്ടങ്ങൾ, ഒരുപാട് ടെൻഷനും പകയും വിദ്വേഷമൊക്കെ ഒരുപാട് ഉണ്ടാകുമ്പോൾ അത് മദ്യപാനത്തിലേക്കും പുകവലിയിലേക്കുമൊക്കെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ പുകവലിക്കുന്ന ആളുകൾ നമുക്കറിയാം, അവർക്ക് ടെൻഷനൊക്കെ ഉണ്ടായാൽ അവർ വീണ്ടും നല്ലോണം വലിക്കും. അപ്പോൾ മദ്യപിക്കുന്ന ആളുകൾക്ക് ഭയങ്കര ടെൻഷനും ഭയങ്കര ദേഷ്യവും ഭയങ്കര വൈരാഗ്യം ഒരാളുടെയൊക്കെ ഉണ്ടായാൽ നല്ലോണം കുടിക്കും അത് വിചാരിച്ചിട്ട്. അപ്പോൾ അതിലൂടെ അദ്ദേഹത്തിൻ്റെ മാനസികമായ ആരോഗ്യം തകരും, അതുപോലെ ഒരുപാട് അസുഖങ്ങൾ വരും, അതുപോലെ ക്യാൻസർ വരാനുള്ള ചാൻസുമുണ്ട് പുകവലി അധികമാകുമ്പോൾ എന്നൊക്കെ അങ്ങനെയാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മളോട് ആരോടും വിദ്വേഷവും പകയും വെച്ച് ഇങ്ങനെ നടക്കാതിരിക്കുക. ചിലപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ദേഷ്യത്തിൽ ചിലപ്പോൾ തോന്നാറുണ്ട്, ഓനങ്ങ് പതിച്ച് കളഞ്ഞാലോ, ഓനെ താച്ച് കോലാണപ്പാ, അങ്ങനെ പെട്ടെന്നൊരു ദേഷ്യം തോന്നുക എന്നത് ഒരു സ്വാഭാവികമാണ്, മനുഷ്യനാണ്, ആ ദേഷ്യം വരും. പക്ഷേ കാലങ്ങളോളം അങ്ങനെ കൊണ്ട് നടക്കരുത്. ആ ദേഷ്യം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ ഉണ്ടാകരുത്, പിന്നെ കൊണ്ട് നടക്കരുത്. ഇങ്ങനെ ഊണിലും ഉറക്കലും അങ്ങനെ ഉറക്കത്തെ വരെ ബാധിക്കുന്നു എന്നാണ് പഠനം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പകയും വിദ്വേഷമുള്ള ആളുകൾക്ക് അവർക്ക് ഉറക്കിൽ വരെ പ്രശ്നമുണ്ടാകും. ഉറക്കം കുറയുമ്പോൾ അതുമായി മാനസികമായി ബന്ധപ്പെട്ട് അസുഖങ്ങളുണ്ടാകും. അങ്ങനെ പോകുന്നു ആ പഠനത്തിൻ്റെ ലിസ്റ്റ്. കൂടുതൽ ഓരോ കാര്യങ്ങൾ പഠിക്കാനും ജീവിതം മനസ്സിലാക്കാനും അതനുസരിച്ച് എല്ലാവരോടും സന്തോഷത്തോടെ പുഞ്ചിരിയോടെ സമാധാനത്തോടെ നല്ല രീതിയിൽ പെരുമാറാനും നമുക്ക് സാധിക്കട്ടെ.